മന്ത്രി രാജീവ് എന്തെല്ലാം അധിക്ഷേപിച്ചാണ്, എന്നെ വ്യക്തിപരമായി അധിക്ഷേപിച്ചാണ്. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്നെക്കുറിച്ചുള്ള മുഴുവൻ കാര്യമൊന്നും പറഞ്ഞ് മനസ്സിൽ ഓരോ ചിലർക്ക് ഇഷ്ടമാവില്ലല്ലോ ചിലരെ. അപ്പോൾ എന്നെ ഇഷ്ടമല്ലാന്ന് എനിക്ക് മനസ്സിലായി. ഉള്ളിലുള്ള ഒരു വ്യക്തിയോടുള്ള ഒരു മുഴുവൻ വിരോധവും അദ്ദേഹം വ്യക്തിപരമായ വിരോധം അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ഒളിപ്പിച്ച് വെച്ചത് മുഴുവൻ അറിയാതെ പുറത്തേക്ക് വന്നു. എന്നെ വെല്ലുവിളിച്ചു. ഞാൻ ഇന്നലെ നിങ്ങളോടെന്താ പറഞ്ഞത്? ചീഫ് ജസ്റ്റിസ് ബാലിയെ നാട് കടത്തണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് SFI DYFI പ്രവർത്തകർ ഹൈക്കോടതിയിലേക്ക് മാർച്ച് ചെയ്തു. ആ സമരം സംഘടിപ്പിച്ച ആളാണ് പുള്ളി. ഞാൻ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ചാലഞ്ച് ചെയ്യുന്ന. ഞാൻ നിങ്ങളോട് ഇന്നലെ പറഞ്ഞത് നിങ്ങളുടെ റെക്കോർഡിലുണ്ട്, നിങ്ങൾ നോക്കിക്കോ. ആ സമരം അല്ല അത് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ആ ഒരു സ്ലിപ്പ് ഉണ്ടായി കാണും. അതൊക്കെ എല്ലാവർക്കും പറ്റുന്നതല്ലേ. അത് എൻ്റെ സമനില തെറ്റി, എനിക്ക് പ്രാന്തായി എന്നാണ് പറഞ്ഞത്. അതായത് ഒരു വകുപ്പ് മാറി ഞാൻ പറഞ്ഞപ്പോൾ എല്ലാവർക്കും സ്ലിപ്പ് ഉണ്ടാവില്ലേ. സ്ലിപ്പ് ഒരു പാർലമെന്ററി കാര്യ മന്ത്രിയെ പറഞ്ഞ അടുത്ത മന്ത്രിക്കുള്ള മറുപടി പറയണതിൻ്റെ ഇടയിൽ പാർലമെന്റ് ഇതൊക്കെ മനുഷ്യനല്ലേ. ഒരു സ്ലിപ്പ്, ഒരു വകുപ്പിന്റെ പേരിൽ ഒരു സ്ലിപ്പ് ഉണ്ടായപ്പോൾ എനിക്ക് ഭ്രാന്താണ്, എൻ്റെ സമനില തെറ്റി, എൻ്റെ ബോധം പോയി എന്നൊക്കെയാണ് പറഞ്ഞത്, സംസാരിച്ചത്. അപ്പോൾ എത്രമാത്രം വിരോധവും ശത്രുതയും വ്യക്തിപരമായി എന്നോടുണ്ട് എന്നതാണ് അവിടെ കാണിച്ചത്. കാരണം ടാർഗറ്റ് ചെയ്യാൻ എനിക്ക് അതെനിക്കറിയില്ല. ഞാൻ എന്നെ ടാർഗറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും, ഞാൻ പറഞ്ഞല്ലോ കഴിഞ്ഞ കുറേ നാളുകളായിട്ട് തുടങ്ങിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞത് ഞാനത് എൻജോയ് ചെയ്യാണ്. കാരണം എന്നെ ഇങ്ങനെ സഹായിക്കാൻ എല്ലാവരും കൂടി ഇറങ്ങിക്കഴിഞ്ഞാൽ ഞാനെന്ത് ചെയ്യും? എന്നെ സഹായിക്കാണെന്നാണ് എൻ്റെ വിചാരം. മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്നാണ് പറഞ്ഞത്. അതൊക്കെ ആർക്കെതിരെയും സംസാരിക്കാമല്ലോ. ഞാൻ പ്രതിപക്ഷ നേതാവല്ലേ, ഞാൻ UDFന്റെ ചെയർമാനല്ലേ, ഞാൻ ഈ ഭാഗത്തെ ലീഡ് ചെയ്യുന്ന ആളല്ലേ. എനിക്ക് വേണമെങ്കിൽ തിരിച്ചു പറയാമല്ലോ. ഈ പറയുന്ന CPM-ലെ രണ്ടാം നിര മുഴുവൻ മുഖ്യമന്ത്രിക്ക് പഠിക്കുകയാണെന്ന് പറയാമല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ അവർ മുഖ്യമന്ത്രിയാകാൻ ആഗ്രഹിച്ചത് എന്താ തെറ്റ്? അല്ലല്ല, അതൊക്കെ വ്യക്തിപരമായ വിരോധമാണ്. ഈ മുഖ്യമന്ത്രിക്ക് പഠിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വ്യക്തിപരമായ വിരോധമാണ്, വ്യക്തിപരമായി ടാർഗറ്റ് ചെയ്യാണ്. ഞാൻ എന്നെ ഇത്ര ഭയപ്പെടുന്നുണ്ടെന്ന് എനിക്കിപ്പോഴാണ് മനസ്സിലായത്. ഇന്നലെ ഈ ബാനറിലെ വടിയൂരി അടിച്ചു എന്നാണ് സ്പീക്കർ പറഞ്ഞത്. അടിച്ചത് ആരെന്ന് അറിയാമെന്നും അതൊക്കെ നിങ്ങൾ പറഞ്ഞല്ലോ, അസംബന്ധമാണ് പറയുന്നത്. വടി വെച്ച് ഒരാളെ അടിച്ചിട്ടില്ല, അസംബന്ധമാണ്. സ്പീക്കർ പറഞ്ഞത് അസംബന്ധം. ഇന്നലെ മുഖ്യമന്ത്രി പറഞ്ഞ സ്പീക്കർ കണ്ടില്ല എന്ന് പറഞ്ഞു. സ്പീക്കർ കണ്ടില്ല എന്ന് പിന്നെ എങ്ങനെ സ്പീക്കർ ഇന്ന് അത് പറയണം? സ്പീക്കർ കണ്ടില്ല എന്ന് ഇന്നലെ എന്താണ് സ്പീക്കർ പറഞ്ഞത് നിയമസഭയിൽ? അതായത് സ്പീക്കറിന്റെ ചേംബറിൽ വിളിച്ച് ചർച്ച നടത്തേണ്ട ഗൗരവമുള്ള ഒരു പ്രശ്നം ഇവിടെ ഉണ്ടായിട്ടില്ലെന്നാണ്. ആണോ? ഒരു പ്രശ്നം. സാധാരണ സ്പീക്കർമാർ സഭ സംഘർഷം ഉണ്ടെങ്കിൽ സഭാ നടപടികൾ നിർത്തിവെച്ച് സ്പീക്കറിന്റെ ചേംബറിൽ എല്ലാവരും വിളിക്കും. ഇപ്പോൾ വിളിച്ചാൽ മുഖ്യമന്ത്രി വരില്ല, മുഖ്യമന്ത്രി അതിന് തയ്യാറല്ല. മുഖ്യമന്ത്രിയെ ഭയന്നിട്ടാണ് ചർച്ചയ്ക്ക് വിളിക്കാത്തത്. ഇന്നലെ ചർച്ചയ്ക്ക് വിളിക്കാത്ത കാര്യം എന്താണെന്ന് ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? ഇവിടെ അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ലല്ലോ പറഞ്ഞില്ലേ. സ്പീക്കറുടെ നാവിന്നാണ് വന്നത്. അങ്ങനത്തെ ഗൗരവമുള്ള ഒരു കുഴപ്പം ഇവിടെ ഉണ്ടായിട്ടില്ല എന്നാണ് പറഞ്ഞത്. അതിന് വേണ്ടിയിട്ട് എന്നിട്ട് ഇന്ന് മാറ്റി പറയേണ്ട ആവശ്യമില്ല. മനസ്സിലായി? അത്രേ ഉള്ളൂ.